ഋഷി വിഷ്ണു എന്ന എൻ്റെ യൂട്യൂബ് വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇന്ന് ഒരു ഗ്രഹനിലയിൽ കർമ്മസ്ഥാനത്തിന് 6, 8, 12 സ്ഥാനങ്ങളുമായിട്ട് ബന്ധം വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടറാകാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. അപ്പം ആ ഒരു കാര്യം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി 2 അനുഭവ ഗ്രഹനില ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ആദ്യത്തേതൊന്ന് വിവരിക്കാം. ഇവിടെ ലഗ്നം എന്ന് പറയുന്നത് മകരം ലഗ്നമാണ്. മകരം ലഗ്നത്തിൻ്റെ തൊഴിൽ സ്ഥാനം എന്ന് പറഞ്ഞാൽ 10ാം ഭാവം എന്ന് പറഞ്ഞാൽ കന്നി, തുലാം രാശിയാണ്. തുലാം രാശിയുടെ അധിപൻ എന്ന് പറഞ്ഞാൽ ശുക്രനാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ 6ാം ഭാവം ബുധൻ, അതുപോലെ തന്നെ 8ാം ഭാവാധിപൻ സൂര്യൻ, അതുപോലെ 12ാം ഭാവാധിപനായിട്ടുള്ള വ്യാഴം, ഇത് കർമ്മസ്ഥാനത്ത് ഈ 3 ഗ്രഹങ്ങളും നിൽക്കുന്നു. 6, 8, 12 സ്ഥാനാധിപന്മാര് നേരെ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു. അതുപോലെ തന്നെ ബുദ്ധിയുടെ ഭാവമായ 5ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. മനസ്സിന്റെ കാരകനും ബുദ്ധിയുടെ കാരകനും ഒക്കെ ആയിട്ടുള്ള ചന്ദ്രൻ ഉച്ചനായിട്ട്, അതായത് ബലവാനായിട്ട് ഇടവൻ രാശിയിൽ നിൽക്കുന്നു. അപ്പം അത് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസമൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ബുദ്ധി സാമർഥ്യത്തിൻ്റെ ആ ഭാവമാണ്, അവിടെ ചന്ദ്രനാണ് ഉച്ചനായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ലേഡി ഡോക്ടറുടെ ഒരു ഗ്രഹനിലയാണ്. അവർ സർക്കാർ സർവീസിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ സമയത്ത് തന്നെ IAS പരീക്ഷ എഴുതി അത് പാസ്സായി. അങ്ങനെ സർക്കാർ ജോലി രാജിവെച്ചിട്ട് IAS ഉദ്യോഗസ്ഥയായിട്ട് ജോലി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ജാതകമാണിത്. അതുപോലെ തന്നെ അടുത്ത ഗ്രഹനില, അതും മകരം ലഗ്നമാണ്. ലഗ്നത്തിൽ തന്നെ സൂര്യൻ, ശുക്രൻ, ബുധൻ, ഗുരു എന്നിവർ നിൽക്കുകയാണ്. ഇതിൽ 6ാം ഭാവാധിപൻ ബുധൻ ലഗ്നത്തിലുണ്ട്. അതും കർമ്മസ്ഥാനം തുലാം രാശിയാണ്. തുലാം രാശിയുടെ അധിപൻ ശുക്രനും ലഗ്നത്തിലുണ്ട്. അതിനോടൊപ്പമാണ് 6ാം ഭാവാധിപൻ ബുധനുണ്ട്, 8ാം ഭാവാധിപൻ സൂര്യനും അവിടെ ഉണ്ട്, 12ാം ഭാവാധിപനായ വ്യാഴവും ലഗ്നത്തിൽ ഈ കർമാധിപനോടൊപ്പം യോഗം ചെയ്ത് നിൽക്കുന്നു. ഇതും ഒരു ഡോക്ടറുടെ ജാതകമാണ്. വളരെ പ്രശസ്തയായ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ ജാതകവുമാണ്. ഇവിടെയും ബുദ്ധിശക്തിയുടെ ഭാവാധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ്, ഇടവൻ രാശിയുടെ അധിപൻ. ആ ശുക്രനും നേരെ ലഗ്നവുമായിട്ട് ബന്ധപ്പെട്ട് വന്നു. തൊഴിൽകാരകനും ഇത് തൊഴിലിൻ്റെ ഭാവാധിപനും ശുക്രനാണ്, അതും ലഗ്നവുമായിട്ട് ബന്ധപ്പെട്ട് വന്നു. അപ്പോൾ ഇതെല്ലാം ഒത്തുവന്ന സ്ഥിതിക്ക് ഈ ഒരു ലേഡി ഡോക്ടറാണ്, ലേഡി ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും നമ്മളിത് മനസ്സിലാക്കണം. 6, 8, 12 ഭാവങ്ങളുമായിട്ട് തൊഴിൽ സ്ഥാനത്തിനോ ലഗ്നത്തിനൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് ഡോക്ടറാകാനുള്ള സാധ്യത കൂടുതലാണ്.